ഹിറ്റ്ലറുടെ ഈ പറയുന്ന ജർമ്മൻ ആര്യൻ വംശശുദ്ധിവാദം അതിൻ്റെ റെപ്ലിക്കയാണ് ഇന്ത്യയിലെ ഹിന്ദുത്വം എന്ന് പറയുന്നത്. എത്നോ നാഷണലിസമാണ്. ഈ ആര്യൻ ബ്ലഡ് തന്നെയാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. ഈ ബ്ലഡ് പ്യൂരിറ്റി എന്ന് പറയുന്ന ആശയം ആധുനിക ലോകത്ത് ഏറ്റവും ശക്തമായി ഉന്നയിച്ച ഒരാൾ ഹിറ്റ്ലറാണ്. അദ്ദേഹം ഈ ജൂതന്മാരുമായിട്ട് ചേർന്ന് ജൂത പെൺകുട്ടികളെ കല്യാണം കഴിക്കുന്നതിനെതിരെ, അല്ലെങ്കിൽ ജൂതരും അവിടുത്തെ ജർമ്മൻ ആര്യൻസും തമ്മിൽ ഈ മിക്സ് ചെയ്യുന്ന അതിനെതിരെ അതിരൂക്ഷമായി സംസാരിച്ച ആൾ മാത്രമല്ല, അതിനെതിരെ നിയമം കൊണ്ടുവന്നതാണ്. ന്യൂറംബർഗ് ലോയിൽ ഇതിനെ നിയമപരമായി നിരോധിക്കുന്ന ഇതുണ്ടായിരുന്നു, വകുപ്പുകളുണ്ടായിരുന്നു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ അവിടെ ജൂതന്മാർ ക്രിസ്ത്യാനികളായി കൺവേർട്ട് ചെയ്തിട്ട് വിവാഹം കഴിക്കുന്നുണ്ട് ഈ ജർമ്മൻസിനെ. അതിനെ പോലും അനുവദിച്ചിരുന്നത് അത് പള്ളി ചേർച്ച് അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അതിനെ സോളംനൈസ് ചെയ്യുകയും ചെയ്തുകൊണ്ട് ചർച്ചിനെതിരായിട്ടുള്ള ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ഹിറ്റ്ലറുടെ ഈ പറയുന്ന ജർമ്മൻ ആര്യൻ വംശശുദ്ധിവാദം അതിൻ്റെ റെപ്ലിക്കയാണ് ഇന്ത്യയിലെ ഹിന്ദുത്വം എന്ന് പറയുന്നത്. എത്നോ നാഷണലിസമാണ്. ഈ ആര്യൻ ബ്ലഡ് തന്നെയാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ആ ഒരു ബ്ലഡ് പ്യൂരിറ്റി അല്ലെ എത്നോ നാഷണലിസം ഈ ഒരു ചുറ്റുവട്ടത്ത് കഴിയുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള വിവാഹങ്ങളെക്കുറിച്ച് അവർക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. അത് ഒരു വലിയ അസ്വസ്ഥത ഉണ്ടാക്കി. ഇത് മാത്രമല്ല, സമാനമായ ഒരുപാട് ഇപ്പോൾ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷമാണ് നമ്മുടെ ജെന്നിഫർ, ബിൽ ഗേറ്റ്സിൻ്റെ മകൾ ജെന്നിഫറും നയാൽ നാസർ എന്ന് പറഞ്ഞിട്ടൊരു ഈജിപ്ഷ്യൻ ചെറുപ്പക്കാരൻ നമ്മൾ വിവാഹം കഴിക്കുന്നു. അത് ഇതേപോലെ വലിയ ഓൺലൈൻ ബസ് ഉണ്ടാക്കിയതാണ്. പക്ഷേ നമ്മളത് ട്രാക്ക് ഡൗൺ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടൻറ്റുകൾ വന്നിരിക്കുന്നത് എവിടെ നിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ നിന്നാണ്. എങ്ങാണ്ടോ കിടക്കുന്ന ഈ ചങ്ങായിമാർ അവിടെ അമേരിക്ക കല്യാണം കഴിക്കുമ്പോൾ പക്ഷേ ഇന്ത്യൻ നെറ്റിസൺസിന് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. ബിൽ ഗേറ്റ്സിൻ്റെ മകളെ കല്യാണം കഴിക്കുന്നത് ആരാണ്? ഒരു കാക്കയാണ്. അതിൻ്റെ ദൈവമേ, എന്തോരം സംഭവങ്ങളാണ് അന്ന് ഇവിടെ ഉണ്ടായത്. അപ്പോൾ സമാനമായ കാര്യം ആവർത്തിക്കുകയാണ്. വിചിത്രമായൊരു ഒരു ലോകം, വിചിത്രം. നോക്കൂ, ഇത് നമ്മുടെ ഒരു തിങ്കിങ് പാറ്റേണിൽ ഇത് ഭയങ്കരമായിട്ടുണ്ട്. അത് എവിടെയൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും ഇത് എന്തോ ഒരു എന്താ പറയുക, നെറ്റിൽ സോഷ്യൽ മീഡിയയിൽ പെരുമാറുന്ന ലോക്കൽ സംഘികളുടെ പേര്. അത് മാത്രമൊന്നുമല്ല, അതിൻ്റെ എല്ലാ അടരുകളിലുണ്ട്. അത് പോയി എവിടെ എത്തുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഹാദിയ കേസിൻ സ്റ്റെം ചെയ്യുന്നത് ഈ വികാരത്തിൽ നിന്നാണ്. ഹാദിയ കേസിൻ്റെ ക്രക്സ് എന്താണ്? ഈ ഹാദിയ അല്ലെങ്കിൽ അഖില അവർ പറയുന്നു എൻ്റെ ഭർത്താവാണ് ഷെഫിൻ പറയുന്നു എൻ്റെ ഭാര്യയാണ് ഇവൾ, ഞങ്ങൾ കല്യാണം കഴിച്ചതാണ് എന്ന് പറയുന്നു. കോടതി അത് വ്യാജ കല്യാണമെന്ന് ഒരു ഹൈക്കോടതിയാണ് പറയുന്നത്. അതാണല്ലോ ഈ പറയുന്ന വലിയ സംഭവമായി മാറിയത്. പിന്നെ ഹൈക്കോടതി സുപ്രീം കോടതി വലിച്ചു കൊട്ടയിലിറങ്ങും. അപ്പോൾ ഒരു ഹൈക്കോടതി ബെഞ്ച് പോലും ഇങ്ങനെയൊക്കെ വിചാരിക്കുന്ന തരത്തിൽ ഈ സംഗതി നമ്മുടെ ഉള്ളിലുണ്ട്. അതിൻ്റെ ഒരു ഇത് മാത്രം ഇവർക്ക് ഹാപ്പി മാരീഡ് ലൈഫ്.